തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. നേരത്തെ അടക്കം ചെയ്ത കല്ലറിൽ തന്നെയാകും അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാൽ മരണകാരണം എന്തെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മനസ്സിലാകൂ. ഈ ആറാലുമൂട്ടിൽ നിന്ന് സലീം മാലിക് തത്സമയം ചേരുകയാണ്. സലീം, ഗുഡ് മോർണിംഗ്. ശരിക്കും ആദ്യം വന്ന റിപ്പോർട്ടുകൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തിയ പോലീസുകാരും ഒക്കെ പറയുന്നത് അനുസരിച്ച് വലിയൊരു ദുരൂഹത ഈ കേസിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും ആശ്വാസം പറയും. എസ് ഗുഡ് മോർണിംഗ്. എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാഥമിക പരിശോധനാ ഫലത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകളോ ക്ഷതങ്ങളോ ഇല്ല എന്നുള്ളതാണ്. തലയിൽ കണ്ട ഒരു കരിവാളിച്ച പാട് മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു സംശയത്തിന് ഇടയാക്കുന്നത്. എന്നാൽ അതും വിശദമായി പരിശോധിക്കും. പക്ഷേ അതും വലിയ സംശയത്തിലേക്ക് വഴിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് നിഗമനം. അപ്പോഴും ഈ കേസ് പൂർണ്ണമായും പോലീസ് ആ നിലയിൽ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആന്തരിക പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരൂ. കാരണം സ്വാഭാവിക മരണമാണോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ശ്വാസം മുട്ട് ഉണ്ടായി മരിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്തരിക പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ വരൂ. അതിനായി ഈ സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറാലുമൂട്ടിലെ വീട്ടിലാണ്. ഇവിടെ ഇന്ന് വലിയ വിശാലമായ രീതിയിൽ ഒരു മഹാസമാധി എന്ന നിലയിൽ ആ കുടുംബം ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമിയുടെ സമാധിയും തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും നാടകീയതകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന ഈ വഴി, അതായത് ഈ വലിയ ആ വീട്ടിലേക്ക് പോകുന്ന വഴി ഇന്നലെ രാത്രി കണ്ടതുപോലെ അല്ല. അവിടെ കാര്യമായി ചെളിയും മറ്റും ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ മെറ്റിലൊക്കെ വിരിച്ച് കുറച്ചധികം പൈസ ചിലവഴിച്ച് അവിടെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സമാധി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം, ഈ സ്ഥലം ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ കല്ലറ ഇരുന്ന ആ സ്ഥലം, ഈ സ്ഥലം ഇന്നലെ രാത്രി വരെയും നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ട നിലയിലല്ല. ഇന്നലെ രാത്രി ഇതാകെ മാറിയതൊരു ചെറിയ സമാധി ഇടമായിരുന്നുവെങ്കിൽ അതൊരു വലിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ ഋഷിപീഠം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമാധിയിരുത്തുക, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ആ കല്ലിൽ സമാധിയിരുത്തും, ഗോപൻ സ്വാമി സമാധിയിരുത്തും എന്നാണ് വീട്ടുകാർ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ സ്ഥലത്ത് കട്ടകളൊക്കെ അടുക്കി വെച്ച് വലിയ നിലയിലേക്ക് അതിനെ പണികഴിപ്പിച്ച് അതിൻ്റെ രൂപം തന്നെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഈ വീട്ടുകാർ പറയുന്നത്, ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത്, നേരത്തെ തന്നെ ഗോപൻ സ്വാമി പറഞ്ഞിരുന്നത് അദ്ദേഹം തന്നെ ഇവിടെ പണി കഴിപ്പിച്ചതാണ് ഈ സമാധി കല്ലറ എന്നുള്ളതാണ്. ഇവിടേക്ക് തന്നെ അദ്ദേഹത്തെ സമാധി ഇരുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നും കൃത്യമായൊരു സമയത്ത് അദ്ദേഹത്തെ സമാധി ഇരുത്തണമെന്നുമായിരുന്നു മക്കൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർമ്മിച്ച ആ കല്ലറയാണ്. ആ കല്ലറ കുറച്ചുകൂടി വലുതാക്കി സാധാരണഗതിയിലുള്ള സമാധിക്ക് അപ്പുറത്തേക്ക് ഒരു മഹാസമാധി എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെയും വീട്ടുകാരെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും നാട്ടുകാരും വേട്ടയാടി എന്നുള്ളതാണ് അവരുമായി ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൈ എടുക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹമുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കും. നാമജപ ഘോഷയാത്രയായി വീട്ടിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ഇവർ പദ്ധതി ഇടുന്നത്. അതിനുശേഷം 12 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് 1 മണിയോടുകൂടി എത്തിയാൽ അതിനുശേഷം മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി 3 മണിയോടുകൂടി മഹാസമാധി ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. വലിയ ഈ സ്വാമിമാരെ ഉൾപ്പെടെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടത്തെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ സമാധി ചടങ്ങുകൾ നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഈ കേസ് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിലവിൽ അവർക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. അത് ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഇതിലെ ദുരൂഹത മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അവയവങ്ങൾക്കുള്ളിൽ നിന്നൊക്കെ ഭസ്മം ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏത് നിലയിലാണ് എന്നതുൾപ്പെടെയുള്ളവ പരിശോധിക്കും. അതുകൊണ്ട് പോലീസ് ഈ കേസിലേക്ക് ഒരു നിഗമനത്തിലെത്തണമെങ്കിൽ